നമസ്തേ ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 17/8/2025 മുതൽ 16/8/2026 വരെയുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽപ്പെട്ട മേടക്കൂറുകാരുടെ ഈ മാസം മുതലുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞത്. വ്യാഴം 3, 4 ഭാവങ്ങളിൽ, ശനി 12ാം ഭാവത്തിലും രാഹു 11ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സ്ഥാനഭ്രംശ, കാര്യങ്ങൾക്ക് തടസ്സം, ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളും നാൽക്കാലികളിൽ നിന്ന് ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അലച്ചിലും ബുദ്ധിമുട്ടുകളും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ദ്രവ്യലാഭം, ആരോഗ്യം ലാഭം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ചിങ്ങമാസത്തിൽ ചിത്തക്ഷോഭവും രോഗാവസ്ഥയും ഫലം കാണുന്നു. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് ഒരു ഉപാധി ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ട്. രോഗശമനം സംഭവിക്കുകയും ധനാഗമനവും സർവകാര്യങ്ങൾ അനുകൂലമാകുകയും ചെയ്യും. കന്നിമാസത്തിൽ ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശക്തി, കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വസ്തുക്കൾ വീണ്ടെടുക്കുവാനുള്ള ഒരു കഴിവ് എന്നിവ പ്രകടമാക്കും. പൊതുജനങ്ങളിൽ താല്പര്യം, ഗാർഹിക കാര്യങ്ങളിൽ മികവ്, ശത്രുക്കളിൽ നിന്നും ഉപദ്രവത്തെ കരുതിയിരിക്കണം. വൃശ്ചിക മാസത്തിൽ ദ്രവ്യലാഭം, ശത്രുനാശവും രോഗനാശവും ഉണ്ടാകുന്നു. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നൈപുണ്യം പ്രദർശിപ്പിക്കും. ധനുമാസത്തിൽ മൃഷ്ടാന ലാഭത്തിനും സുഖശയനത്തിനും തത്വചിന്ത പ്രവണതകൾ, വിശാല മനസ്കത എന്നിവ പ്രകടമാക്കും. പങ്കാളിത്ത വിജയം ഉണ്ടാകും. ഇൻഷുറൻസ് അനുകൂലമായി ലഭിക്കും. മകരമാസത്തിൽ ഉത്തരവാദിത്വമുള്ള നിയമനങ്ങൾ പങ്കാളിയിൽ നിന്നും നേട്ടം സിദ്ധിക്കും. കാര്യഗ്രഹണ ശേഷി വർദ്ധിക്കും. വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും നേട്ടം ഉണ്ടാകും. സഫലീകരണം കൈവരും. ധാരാളം യാത്ര ചെയ്യേണ്ടതായി വരും. മതപരമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ സാധിക്കും. സാമൂഹ്യ വിജയം കൈവരും. മീനമാസത്തിൽ ശത്രുക്കളുടെ മേൽ വിജയം കൈവരും. ലൗകിക വിഷയങ്ങളിൽ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. മേടമാസത്തിൽ ആത്മീയതയിലും ജലവിദ്യകളിലും താല്പര്യം പ്രകടിപ്പിക്കും. മറ്റുള്ളവരുടെ ചതിയിലൂടെയുള്ള അപകടത്തെ കരുതിയിരിക്കണം. സാമൂഹിക സംഘടനകളും ആയുള്ള ബന്ധം ശക്തി പ്രാപിക്കും. ഇടവമാസത്തിൽ തീക്ഷ്ണമായ മാറ്റങ്ങൾ വിധേയനാകും. ചുറ്റുപാടുകളിൽ പ്രതിബദ്ധത കാണിക്കും. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. രക്തപിത്ത വ്യാധി, നേത്രരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളോട് കലഹിക്കാതെ സൂക്ഷിക്കണം. മിഥുനമാസത്തിൽ സർവ്വകാര്യങ്ങളിൽ വിജയം സിദ്ധിക്കും. പ്രണയ ബന്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം, കഴിവും ഉണ്ടാകും. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഊഹാഭോഗ പ്രവണത ജീവിതത്തിൽ ഗുണം ചെയ്യും. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വിവരശേഖരണാർത്ഥം ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. സംരംഭകത്വത്തിലൂടെ വിജയം കൈവരുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള പൊതു ഫലം പറഞ്ഞത്.